നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. നമ്മുടെ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം താമസം കുറച്ച് തിരക്കായി പോകേണ്ടതാണ്. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ. ഇന്ന് ഈസ്റ്ററാണ്. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ നല്ലൊരു ആശംസകൾ ഞാൻ നേരുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് വാട്സപ്പിൽ ഇല്ലാത്ത ടെലഗ്രാമിൻ്റെ അടിപൊളിയായിട്ടുള്ള 6 ഫീച്ചേഴ്സാണ്. അപ്പോൾ സാധാരണ വാട്സപ്പിൽ ചെയ്യാറുള്ളത് ടെലഗ്രാമിൽ ഏതെങ്കിലും നല്ല ഫീച്ചറുകൾ വരുമ്പോൾ അത് അടിച്ചു മാറ്റി ഇങ്ങോട്ട് ഇടാനാണ് സാധാരണ വാട്സപ്പുകാർ ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ ഇനിയും പലപ്പോഴും അടിച്ചു മാറ്റാൻ സാധ്യതയുള്ള പല ഫീച്ചേഴ്സാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല. ടെലഗ്രാമിൻ്റെ അടിപൊളി ഫീച്ചറുകൾക്കായി നമ്മുടെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓഡിയോ ആൻഡ് വീഡിയോ മെസ്സേജ് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, നമ്മുടെ വാട്സപ്പിൽ കൂടെ നമുക്ക് ഓഡിയോ മെസ്സേജുകൾ അയക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഓഡിയോ എന്ന് പറഞ്ഞാൽ ആ ഒരു ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റെക്കോർഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഷെയർ ചെയ്യാം. നമ്മൾ പറഞ്ഞ ഓഡിയോ അവിടെ നമുക്ക് നമ്മുടെ റിസീവർക്ക് അത് കേൾക്കാനായിട്ട് സാധിക്കും. എന്നാൽ ടെലഗ്രാമിൽ ഈ ഒരു ഓഡിയോ മെസ്സേജിന് പുറമെ അവിടെ വീഡിയോ മെസ്സേജും കൂടെ ലഭിക്കുന്നുണ്ട്. അതായത് നമുക്ക് ആ ഒരു ഓഡിയോ മെസ്സേജ് അയക്കുന്നത് തന്നെ നമ്മുടെ വീഡിയോ മെസ്സേജും കൂടെ അയക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ചുമ്മാ വീഡിയോ എടുത്തിട്ട് അങ്ങ് അയക്കണമല്ല, നമ്മുടെ ഓഡിയോ മെസ്സേജിൻ്റെ ആ ഒരു ബട്ടണിൽ ഒന്ന് സിംഗിൾ ടാപ്പ് ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വീഡിയോയുടെ ബട്ടണായിരിക്കും ഓണായിട്ട് വരിക. ആ ഒരു വീഡിയോ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയോ മെസ്സേജ് വരുന്ന പോലെ തന്നെ വീഡിയോ ചെറിയൊരു റൗണ്ടായിട്ട് വരും. അപ്പോൾ നമ്മുടെ മുഖം കറക്റ്റ് ആ ഒരു റൗണ്ടിലേക്ക് പിടിച്ച് കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുക. എന്താണെന്ന് വെച്ചാൽ പറയുക, നമ്മുടെ വീഡിയോ ഉൾപ്പെടുന്ന ആ ഒരു നമ്മുടെ പറയുന്നതെല്ലാം കേൾക്കാൻ പറ്റുന്ന ആ ഒരു ചെറിയൊരു വീഡിയോ അങ്ങോട്ട് ഷെയർ ആവുന്നതായിരിക്കും. നമ്മുടെ റിസീവർക്ക് ആ ഒരു വീഡിയോ കേൾക്കാനും കാണാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊരു അടിപൊളി ഫീച്ചറാണത്. ചിലപ്പോൾ ഈ വാട്സപ്പിൽ ഈ ഒരു സംഭവം വരാനായിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വീഡിയോ മെസ്സേജ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ടെലഗ്രാമിൽ കൂടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വോയിസ് ചാറ്റ് എന്നാണ് ഈ ഒരു ഫീച്ചറിൻ്റെ പേര്. അതായത് നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിൽ, വാട്സപ്പ് ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പായിട്ട് വീഡിയോ കോൾ ചെയ്യാം. അതുപോലെ തന്നെ കോൺഫറൻസ് ആയിട്ട് കോൾ ചെയ്യാം. പക്ഷേ ഈ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടെ കൂടി ചേർന്നു, അതായത് ഒരു ഗ്രൂപ്പിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് 20,000 മെമ്പേഴ്സാണ്. 20,000 മെമ്പേഴ്സും കൂടെ ഒരുമിച്ച് ആ ഒരു ചെറിയൊരു കോളിലേക്ക് വരിക എന്ന് പറയുന്നത് വാട്സപ്പിൽ നടക്കാത്തൊരു കാര്യം തന്നെയാണ്. ആ ഒരു ഫീച്ചർ ടെലഗ്രാമിലേക്ക് ഈ അടുത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് വോയിസ് ചാറ്റ് 2.0 എന്നാണ് ഈ ഒരു ഫീച്ചറിൻ്റെ പേരായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഗ്രൂപ്പിൽ നമുക്ക് ഗ്രൂപ്പിൻ്റെ മുകളിൽ നമുക്ക് എപ്പോഴും 3 ലൈൻസ് ഡോട്ട് ബട്ടൺ കാണും. ആ ഒരു 3 ഡോട്ട് ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാർട്ട് വോയിസ് ചാറ്റ് എന്ന് പറയുന്നൊരു ഫീച്ചർ അവിടെ ലഭിക്കുന്നതായിരിക്കും. ആ ഒരു സംഭവം നമ്മൾ ഓപ്പൺ ആയി കഴിയുമ്പോൾ അവിടെ ഒരു കോള് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ആ ഒരു കോള് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് അതിലുള്ള മെമ്പേഴ്സിൻ്റെ മുകളിൽ ജോയിൻ എന്ന് പറയുന്നൊരു ബട്ടൺ കാണും. ആ ഒരു ജോയിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കോളിലേക്ക് പ്രവേശിക്കുകയാണ്. 20,000 മെമ്പേഴ്സിനും ആ ഒരു കോളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളതൊക്കെ പറയാം. നമ്മുടെ ഗൂഗിൾ മീറ്റ് ഒക്കെ ഉപയോഗിക്കുന്ന മ്യൂട്ട് ബട്ടൺ ഉണ്ട്, അൺമ്യൂട്ട് ബട്ടൺ ഉണ്ട്. നമുക്ക് ആ ഒരു അൺമ്യൂട്ട് ആക്കിയതിന് ശേഷം പറയാം, വീണ്ടും മ്യൂട്ടാക്കി വയ്ക്കാം. നമുക്കിപ്പോൾ ഒരാൾ ഭയങ്കര ചിലപ്പാണെന്നുണ്ടെങ്കിൽ അവൻ്റെ മാത്രം നമുക്ക് മ്യൂട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഫീച്ചേഴ്സ് ഈ ഒരു വോയിസ് ചാറ്റ് 2.0 ടെലഗ്രാം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഒരു ഫീച്ചർ ഇനി വാട്സപ്പ് ഗ്രൂപ്പുകളിലും വരാൻ സാധ്യതയുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. അപ്പോൾ ഇതും വളരെ നല്ലൊരു ഫീച്ചറാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇത് പുതിയൊരു ഫീച്ചർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫീച്ചറുകളെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രതീഷ് സാർ മേനോൻ നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടു നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോയി ടെലഗ്രാം ഗ്രൂപ്പുകളിൽ പോയി വോയിസ് ചാറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സംവിധാനം എന്ന് നോക്കുക. അടിപൊളി ഫീച്ചറാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെലഗ്രാമിനെ ബാക്കി എല്ലാ മെസ്സേജിങ് ആപ്ലിക്കേഷനുകളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ക്ലൗഡ് സർവീസ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറാണ്. അതായത് നമ്മൾ ടെലഗ്രാമിൽ അയക്കുന്ന മെസ്സേജുകളും ഫോട്ടോകളും ഡോക്യുമെൻറ്റുകളും വീഡിയോകളും എന്തൊക്കെ ആയാലും അത് ക്ലൗഡിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അൺലിമിറ്റഡ് സ്റ്റോറേജ് ആണ് ഒരു അക്കൗണ്ടിന് ടെലഗ്രാമിൽ ലഭിക്കുന്ന ക്ലൗഡ് സർവീസിങ്ങിനായിട്ട്. അതുകൊണ്ട് തന്നെ എത്ര ഫയൽസ് വേണമെങ്കിലും ക്ലൗഡിലേക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ക്ലൗഡിലേക്ക് സേവ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത്, നമ്മുടെ വാട്സപ്പിലാണെങ്കിൽ നമുക്കൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്തു, ഒരു ഗ്രൂപ്പിൽ നമ്മളൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്തു. ആ ഒരു ഇമേജ് നമുക്കിപ്പോൾ വേണ്ട, നമുക്ക് ആവശ്യമില്ല, നമ്മളത് ഡിലീറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫയൽ മാനേജറിൽ പോയിട്ട് ആ ഒരു ഇമേജ് ഡിലീറ്റ് ചെയ്യണം. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നമുക്ക് വീണ്ടും ആ ഒരു ഇമേജ് വേണ്ട സമയത്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കത്തില്ല. വാട്സപ്പിൽ തന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു മെസ്സേജ് ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ഈസ് ഇൻ മീഡിയ എന്ന് പറഞ്ഞ് ആ ഒരു ടിക്ക് മാർക്ക് കൊടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മെസ്സേജ് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ ടെലഗ്രാമിലാണ് നമുക്ക് ക്ലിയർ ക്യാഷ് എന്ന് പറയുന്നൊരു സംവിധാനം ലഭിക്കുന്നുണ്ട്. അതായത് നമ്മളൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു വീഡിയോയിൽ എന്ത് ഡൗൺലോഡ് ചെയ്താലും അത് ആദ്യം സേവ് ചെയ്യുന്നത് ക്യാഷിലോട്ടാണ്. നമുക്കത് കേട്ടു, അല്ലെങ്കിൽ കണ്ടു, നമുക്കത് ഫോട്ടോ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത്
ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ക്ലിയർ ക്യാഷ് എന്ന് പറയുന്നൊരു ഫീച്ചർ അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു ക്ലിയർ ക്യാഷ് കൊടുത്താൽ ആ ഒരു ഇമേജ് നമ്മുടെ ക്യാഷയിൽ നിന്നും ഡിലീറ്റ് ആയി പോയിരിക്കുന്നു. ആ ഒരു മെസ്സേജ് സ്റ്റിൽ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. നമുക്ക് വീണ്ടും ഡൗൺലോഡ് ചെയ്യാം, നമുക്ക് പിന്നെയും ഡൗൺലോഡ് ചെയ്യാം, ക്യാഷ് ക്ലിയർ ചെയ്യാം, പിന്നെയും ഡൗൺലോഡ് ചെയ്യാം, ക്ലിയർ ക്യാഷ് കൊടുക്കാം. ഇങ്ങനെ എത്ര തവണ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ക്ലിയർ ക്യാഷ് കൊടുത്ത് നമുക്ക് കളയാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഡൗൺലോഡ് ഗാലറിയിലേക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സേവ് ടു ഗാലറി കൊടുത്താൽ അത് ഗാലറിയിലേക്ക് സേവ് ആയി കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫീച്ചറാണ്. നമ്മുടെ സ്റ്റോറേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്കൊരു ഇമേജ് ഡൗൺലോഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ക്യാഷ് കൊടുത്ത് കളയുക. പിന്നെ നമുക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും വന്ന് ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ ഇത് ടെലഗ്രാമിൻ്റെ വളരെ നല്ലൊരു ഫീച്ചറാണ്. അടുത്ത 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫയൽ ട്രാൻസ്ഫർ ആണ്. അതായത് നമ്മുടെ വാട്സപ്പിൽ കൂടെ ആണെന്നെങ്കിൽ ഒരു ഫയൽ അയക്കുന്നതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 20 MB അങ്ങനെ വളരെ കുറഞ്ഞൊരു സ്റ്റോറേജ് സൈസാണ്. ഒരു ഇമേജ് നമ്മൾ എത്ര ക്വാളിറ്റിയുള്ള ഇമേജ് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പോലും വാട്സപ്പിൽ കൂടെ ഷെയർ ആകുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞതിന് ശേഷമേ ആ ഒരു റിസീവർക്ക് ആ ഒരു ഫോട്ടോ കാണാൻ സാധിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ DSLR എടുത്ത ഫോട്ടോ അതിൽ കൂടെ അയച്ചു കൊടുത്താൽ പോലും അവിടെ ചെല്ലുമ്പോൾ ഒരു ദുരന്ത ഫോട്ടോ ആയിട്ടേ അവിടെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അതിന് ക്വാളിറ്റി നമുക്ക് ഉറപ്പായിട്ട് നഷ്ടപ്പെടുന്നുള്ള കാര്യം ഒരു സംശയമില്ല. പക്ഷേ ടെലഗ്രാമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 2 GB വരെയുള്ള ഫയൽസ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് ഇമേജസിൻ്റെ ക്വാളിറ്റി ഒട്ടും കുറയാതെ 100% സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ടെലഗ്രാം എന്ന് പറയുന്നത് വാട്സപ്പിനേക്കാളും ഒരുപാട് മുമ്പിലാണ്. 2 GB വരെ ഫയൽസ് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പൈറസി വർക്കുകളൊക്കെ നമുക്ക് ആ ഒരു ടെലഗ്രാം ആപ്പിൽ കൂടെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതും വളരെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. നമുക്ക് 2 GB വരെ ഫയൽസ് ഷെയർ ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നതിന് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അടുത്ത വളരെ വലിയൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാം വളരെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. ഇതെന്ന് പറയുന്ന 5ാമത്തെ കാര്യം ഗ്രൂപ്പ് ആൻഡ് ചാനൽസ് എന്ന് പറയുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണെങ്കിൽ മാക്സിമം 273 പേരെയാണ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയാൽ ഒരു 10,000 മെമ്പേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല. എത്ര ഗ്രൂപ്പുകൾ തുടങ്ങിയാലായിരിക്കും അത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക. പക്ഷേ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ 20,000 മെമ്പേഴ്സാണ് ഏറ്റവും കൂടിയ ലിമിറ്റ്. അതായത് 20,000 മെമ്പേഴ്സിനെ വരെ ഒരൊറ്റ ഗ്രൂപ്പിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അത് 20,000 വരെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള ഗ്രൂപ്പുകളെല്ലാം ആ ഒരു 20,000 മെമ്പേഴ്സിൽ ഒതുങ്ങുന്ന ഗ്രൂപ്പുകൾ തന്നെയാണ് ടെലഗ്രാം ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 20,000 മെമ്പേഴ്സിനെ വെച്ചുകൊണ്ട് ഗ്രൂപ്പുകൾ തുടങ്ങാം. അതുപോലെ തന്നെ നമുക്ക് ഒരു ഫീച്ചർ ലഭിക്കുന്ന ചാനൽസ് ആണ്. അതായത് ടെലഗ്രാം ചാനൽസ്. ടെലഗ്രാം ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഈ ടെലഗ്രാം ചാനൽസ് എന്ന് പറയുന്ന കാര്യം. അതായത് നമ്മുടെ വാട്സപ്പിലെ അഡ്മിൻ ഉള്ള ഗ്രൂപ്പുകൾ പോലെ തന്നെ ടെലഗ്രാമിലുള്ള ഒരു ചെറിയൊരു ഫീച്ചറാണ് ചാനൽസ് എന്ന് പറയുന്നത്. അവിടെ അഡ്മിൻസിന് മാത്രമേ മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ അതിന് അൺലിമിറ്റഡ് മെമ്പേഴ്സാണ് ആ ഒരു ചാനൽസിന് ടെലഗ്രാം സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു ഇടവകയുടെ ഫുള്ള് അല്ലെങ്കിൽ ഒരു ജില്ലയുടെ ഫുള്ള് കാര്യങ്ങൾ നമുക്ക് ഒരു ടെലഗ്രാം ചാനലിൽ കൂടെ നമുക്ക് ലഭ്യമാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ അഡ്മിൻസിന് മാത്രം മെസ്സേജ് അയച്ചാൽ മതി, ബാക്കിയുള്ള എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കും. ടെലഗ്രാം ചാനൽസിൽ അൺലിമിറ്റഡ് മെമ്പേഴ്സിന് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയായിട്ട് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അടുത്തത് ഏറ്റവും അവസാനത്തേതും എന്നാൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ടെലഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഫീച്ചറാണ് ടെലഗ്രാം ബോട്ട്സ്. അതായത് ടെലഗ്രാമിലെ ബോട്ട്സുകളെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ പല മൂവി ഗ്രൂപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ആണെങ്കിൽ ഒരു സിനിമയുടെ പേര് അടിക്കുമ്പോൾ തന്നെ ആ ഒരു ബോട്ട് നമുക്ക് റിപ്ലൈ തരും. അതായത് ആ ഒരു ബോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കീവേഡ് അനുസരിച്ച് നമ്മൾക്ക് ഒരു റിപ്ലൈ അവർ തരികയാണ്. അങ്ങനെ ഒരുപാട് ബോട്ടുകൾ നമുക്ക് ടെലഗ്രാമിൽ ലഭ്യമാണ്. അതായത് ഇഷ്ടംപോലെ ബോട്ടുകൾ. ഇപ്പോൾ ഫിൽറ്റർ ബോട്ടാണ് ഈ ഒരു മൂവിക്ക് റിപ്ലൈ കൊടുക്കുന്ന ബോട്ടുകൾ. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഓട്ടോ ഫിൽറ്റർ ബോട്ടുകൾ വന്നിട്ടുണ്ട്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു സിനിമയുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫിൽറ്ററിന് കൊടുത്തിരിക്കുന്ന ചാനലുകളിൽ നിന്നെല്ലാം സെർച്ച് ചെയ്തതിന് ശേഷം ആ ഒരു ലിങ്ക് ഇങ്ങോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എത്തിക്കുന്നു. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ബോട്ടുകൾ ടെലഗ്രാമിൽ ലഭ്യമാണ്. നമുക്കിപ്പോൾ ഇമേജിലുള്ള ടെക്സ്റ്റ് വായിച്ചെടുക്കാനോ ട്രാൻസ്ലേഷൻ ചെയ്യാനോ അങ്ങനെ എന്ത് കാര്യത്തിനായാലും നമുക്ക് ബോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനോ അങ്ങനെ ഏതൊരു കാര്യത്തിനായാലും മൂവി റിക്വസ്റ്റ്, മൂവി സേവിങ്, എന്താ പറയുക, അതിൻ്റെ പേര് മാറ്റുക, തമ്പനയിൽ മാറ്റുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ടെലഗ്രാം ബോട്ട്സിൽ കൂടെ നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും. ടെലഗ്രാം ബോട്ടുകൾ എന്ന് പറയുന്നത് ടെലഗ്രാം ഗ്രൂപ്പുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം ഉപകാരമുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്കെല്ലാം ഗ്രൂപ്പിൽ എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിരിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ബോട്ടുകൾ ഫുൾ ടൈം ആക്റ്റീവായിട്ട് അവിടെ ഉണ്ടാകും. ആര് നമുക്ക് ചോദിച്ചാലും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ കൊടുക്കാനായിട്ട് ഈ ബോട്ടുകൾക്ക് സാധിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ടെലഗ്രാമിൻ്റെ ഏറ്റവും നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ ടെലഗ്രാം ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഈ 6 കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ട് വാട്സപ്പിലേക്ക് അല്ലെങ്കിൽ വാട്സപ്പിൽ നിന്നും ഒരുപാട് വ്യത്യാസമുള്ള ടെലഗ്രാമിൻ്റെ കിടുക്കാച്ചി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങളുടെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വിടുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ ബെല്ല് ഓൾ ആക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.